ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് ഗുരുതര വൈദ്യുതി പ്രതിസന്ധി. കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ 1 മണിക്കൂർ മുൻപെങ്കിലും ഉപഭോക്താക്കളെ അറിയിക്കണമെന്നും നിർദ്ദേശം. തൃശൂർ നഗരത്തിലെ ലോഡ്ജിൽ മുറിയെടുത്ത് പ്രസവിച്ച യുവതിയും നവജാത ശിശുവും മരിച്ചു. എടമുട്ടം സ്വദേശിനി ജ്യോതിയാണ് മരിച്ചത്. യുവതിയെ ലോഡ്ജിലെത്തിച്ച ഓട്ടോ ഡ്രൈവർ കസ്റ്റഡിയിൽ. ജൂബിലി മിഷൻ അമല ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ ബുധനാഴ്ച തിരുവനന്തപുരത്ത് ചർച്ച. UNAയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ സമരം തുടരുന്നു. ജില്ലയിൽ മഴക്കെടുതികൾ തുടരുന്നു. മരം വീണ് ഗുരുവായൂർ കോട്ടപ്പടിയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. എറിയാട് മാടവനയിൽ മരങ്ങൾ വീണ് വീടുകൾക്കും വാഹനത്തിനും കേടുപാട്. കയ്പമംഗലത്ത് തെങ്ങ് വീണ് വീട് തകർന്നു. തെരുവുനായ ശല്യത്തിൽ വലഞ്ഞ് ഗുരുവായൂർ. ക്ഷേത്ര പരിസരത്തും നഗരസഭാ ഓഫീസിന് മുന്നിലും തെരുവുനായകൾ വിലസുന്നു. കയ്പമംഗലത്ത് 2 സ്ത്രീകൾക്ക് തെരുവുനായയുടെ കടിയേറ്റു. ലോകകപ്പ് ഫുട്ബോളിന്റെ പ്രീ ക്വാർട്ടറിൽ ബ്രസീലിന്റെ എതിരാളികളെ ഇന്നറിയാം. നോക്കൌട്ടിൽ ഐവറി കോസ്റ്റ് നോർവേ പോരാട്ടം അല്പസമയത്തിനകം. സംസ്ഥാനപാത കായംപൂവത്ത് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി 5 പേർക്ക് പരിക്ക്. ചാലക്കുടി കൂടപ്പുഴ തടയണയിൽ ഒഴുക്കിൽപ്പെട്ട മേലൂർ സ്വദേശിയെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അടിയന്തര സാഹചര്യത്തിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ 1 മണിക്കൂർ മുൻപെങ്കിലും ഉപഭോക്താക്കളെ അറിയിക്കണമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചു. അതേസമയം വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. വൈദ്യുതി നിയന്ത്രണമുണ്ടാകുമെന്ന വിവരം SMS, പത്രം, TV, സമൂഹമാധ്യമം എന്നിവ മുഖേന ഉപഭോക്താക്കളെ അറിയിക്കണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. അടിയന്തര ലോഡ് ഷെഡിങ്ങിന് വ്യക്തമായ പ്രോട്ടോകോൾ വേണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വർഷം സെപ്റ്റംബർ ഒഴികെ ഡിസംബർ വരെയുള്ള മാസങ്ങളിലെ പീക്ക് സമയത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ കൂടിയ വിലയ്ക്ക് ഹ്രസ്വകാല വിപണിയിൽ നിന്ന് വൈദ്യുതി വാങ്ങാനുള്ള KSEBയുടെ കരാറുകൾക്ക് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകാരം നൽകി. കരാറുകൾ സുതാര്യമല്ല, വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാൻ ആസൂത്രണമില്ല തുടങ്ങിയ വിമർശനങ്ങളും കമ്മീഷൻ ഉന്നയിച്ചു. അതേസമയം സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. കാലവർഷം ആരംഭിച്ച് 1 മാസം പൂർത്തിയാകുമ്പോൾ വൈദ്യുതി ഉൽപ്പാദനത്തിനായി ആശ്രയിക്കുന്ന പ്രധാന ഡാമുകളിൽ ജലനിരപ്പ് 25% താഴെയാണ്. 1 മാസം ലഭിച്ച മഴയുടെ കണക്കെടുത്താൽ ശരാശരിയേക്കാൾ 34% കുറവുണ്ടായി. മുൻവർഷങ്ങളിലെ ജൂൺ മാസങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ദൈനംദിന വൈദ്യുതി ഉപഭോഗത്തിലും പീക്ക് ആവശ്യകതയിലും ഗണ്യമായ വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ നഗരത്തിലെ ലോഡ്ജിൽ പ്രസവിച്ച അമ്മയെയും നവജാത ശിശുവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. യുവതിയെ ലോഡ്ജിലെത്തിച്ച സുഹൃത്തായ ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ KSRTC സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജിലാണ് യുവതിയെയും നവജാത ശിശുവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എടമുട്ടം സ്വദേശിനി കൊല്ലാറ വീട്ടിൽ 28 വയസ്സുള്ള ജ്യോതിയാണ് മരിച്ചത്. മുറിയെടുക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന യുവതിയുടെ സുഹൃത്തായ പാവർട്ടി സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ 27-നാണ് ഇവർ ലോഡ്ജിൽ മുറിയെടുത്തത്. യുവതിക്ക് മുറിയെടുത്ത് നൽകിയ ശേഷം സുഹൃത്ത് മടങ്ങിപ്പോയിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെ സുഹൃത്തെത്തി വാതിൽ തുറക്കാൻ നോക്കിയപ്പോഴാണ് മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിൽ കണ്ടത്. തുടർന്ന് ലോഡ്ജ് അധികൃതർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസെത്തി വാതിൽ കുത്തിത്തുറന്ന് നോക്കിയപ്പോഴാണ് യുവതിയെയും ചോരക്കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടത്. റൂമിലാക്കി താൻ പോയ ശേഷം യുവതി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ഓട്ടോ ഡ്രൈവർ ലോഡ്ജിലെത്തിയത്. തൃശൂർ സിറ്റി ACP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ലോഡ്ജിലെത്തി പരിശോധന നടത്തി. ഈസ്റ്റ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. TCV തൃശൂർ. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് UNAയുടെ നേതൃത്വത്തിൽ നഴ്സുമാർ തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ നടത്തുന്ന സമരം തുടരുന്നു. അമല ജൂബിലി ആശുപത്രികളിലെ നഴ്സുമാരുടെ നേതൃത്വത്തിലാണ് സമരം. കഴിഞ്ഞ ദിവസം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ സാന്നിധ്യത്തിൽ ആശുപത്രി അധികൃതരും UNA പ്രതിനിധികളും നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരം ആശുപത്രി പടിക്കൽ നിന്ന് കളക്ടറേറ്റിലേക്ക് മാറ്റിയത്. ബുധനാഴ്ച തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും സാന്നിധ്യത്തിൽ നടക്കുന്ന ചർച്ചയിൽ തീരുമാനം ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് സമരക്കാരും ആശുപത്രി അധികൃതരും.
മിനിമം വേതനം സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറങ്ങിയാൽ അത് നടപ്പാക്കാൻ തയ്യാറാണെന്ന് ജൂബിലി അമല ആശുപത്രി മാനേജ്മെന്റുകൾ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ബുധനാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശൂർ, പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് ഗുരുവായൂർ കോട്ടപ്പടിയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കോട്ടപ്പടി മഹാത്മാഗാന്ധി റോഡിലാണ് മരം വീണത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന മരം കടപുഴകി റോഡിലേക്ക് വീഴുകയായിരുന്നു. വൈദ്യുതി ലൈനിലേക്ക് മരം വീണതിനെ തുടർന്ന് വൈദ്യുതി പോസ്റ്റ് റോഡിലേക്ക് ഒടിഞ്ഞു വീണു. ഇതിന്റെ ആഘാതത്തിൽ മറ്റൊരു വൈദ്യുതി പോസ്റ്റിനും കേടുപാടുകൾ സംഭവിച്ചു. വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി റോഡിൽ വീണുകിടന്ന മരം മുറിച്ചു മാറ്റി. തുടർന്ന് KSEB അധികൃതർ സ്ഥലത്തെത്തി തകർന്ന വൈദ്യുതി പോസ്റ്റ് മാറ്റി സ്ഥാപിച്ചു. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഉച്ചയോടെയാണ് ഈ മേഖലയിൽ ഗതാഗതവും വൈദ്യുതി ബന്ധവും പൂർണ്ണമായി പുനഃസ്ഥാപിച്ചത്. വാർഡ് കൌൺസിലർ ബഷീർ പൂക്കോട് സ്ഥലത്തെത്തി. എറിയാട് മാടവനയിൽ മരങ്ങൾ വീണ് വീടുകൾക്കും കാറിനും കേടുപാട് സംഭവിച്ചു. ഐനിക്കപ്പറമ്പ് പള്ളിക്ക് സമീപമായിരുന്നു സംഭവം. കൂറ്റൻ നാവൽ മരം കടപുഴകി വീണതിനെ തുടർന്നായിരുന്നു അപകടം. നാവൽ മരം വന്നു വീണതിനെ തുടർന്ന് സമീപത്തുള്ള 4 തെങ്ങുകളും 4 കവുങ്ങും ഒടിഞ്ഞു. മരം വീണ് കുന്നത്ത് വീട്ടിൽ റസിയാബിയുടെ ഓടുമേഞ്ഞ വീട് ഏറെക്കുറെ പൂർണ്ണമായി തകർന്നു. അപകട സമയത്ത് വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന റസിയാബി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തെരുവിൽ വീട്ടിൽ ഷമീറിന്റെ കാറിനും കാർ പോർച്ചിനും, കൈതത്തറ വീട്ടിൽ ഡൈനു ലോറൻസിന്റെ മതിലിനും വിറക് പുരയ്ക്കും കേടുപാട് സംഭവിച്ചു. 1:15 സംഭവം. കയ്പമംഗലത്ത് തെങ്ങ് വീണ് വീടിന് നാശനഷ്ടം. കയ്പമംഗലം കരടിവളവ് കൈനപ്പറമ്പിൽ പ്രവീണിന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. അപകടത്തിൽ വീടിന്റെ മേൽക്കൂരയ്ക്ക് ഉൾപ്പെടെ കാര്യമായ നാശനഷ്ടമുണ്ടായി. സംഭവ സമയത്ത് വീട്ടിനുള്ളിൽ ആളുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. വിവരമറിഞ്ഞ് പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി. ഇടവേള. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. തെരുവ് നായ ശല്യം, ഭീതിയിൽ ഗുരുവായൂർ. ഗുരുഭവനപുരി തീർത്ഥാടന നഗരമാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഈ ചെറിയ നഗരത്തിൽ ക്ഷേത്ര ദർശനത്തിനായി എത്തിച്ചേരുന്നത്. പക്ഷേ ഇവിടെയുള്ള വീഥികളിൽ തെരുവ് നായ്ക്കളെ പേടിക്കാതെ വഴി നടക്കാനാവില്ല എന്നുള്ളതാണ് അവസ്ഥ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ നിന്ന് വന്ന 4 വയസ്സുള്ള ഒരു കുട്ടിയെ തെരുവുനായ കടിച്ചാക്രമിച്ച സംഭവമുണ്ടായി. ആ കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാർത്ഥം പ്രവേശിപ്പിച്ചു. അതുമാത്രമല്ല, പലരെയും തെരുവുനായ ആക്രമിച്ച സംഭവങ്ങൾ ഈ ഗുരുവായൂരിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്രയേറെ ആളുകൾ വന്നു പോകുന്ന ഗുരുവായൂരിൽ തെരുവുനായ ശല്യം നിയന്ത്രിക്കണ്ടേ? പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഇട്ട് നൽകുന്നതായി പറയുന്നു. ചിലർ തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതായി പറയുന്നു. ഇപ്പോൾ വഴിയോരത്ത് കിടക്കുന്നത് കാണാം. പലപ്പോഴും ഇതുപോലെ കിടക്കുകയായിരിക്കാം. പക്ഷേ അക്രമാസക്തമായ നായ്ക്കളുമുണ്ട്. ഇതുപോലെ നിരവധി പേരെ ആക്രമിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്.
ഗുരുവായൂർ ദേവസ്വത്തിനും ഇത് സംബന്ധിച്ച് പരാതിയുണ്ട്, മുനിസിപ്പാലിറ്റിയോട് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥിൻ്റെ പ്രതികരണം നമ്മൾ തേടുകയാണ്. ഗുരുവായൂർ ക്ഷേത്രം ഓരോ ദിവസവും 10,000-ലധികം ആളുകളാണ് ദർശനത്തിനായി എത്തുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനെത്തുമ്പോൾ പലപ്പോഴും ഈ തെരുവ് നായ്ക്കളെ പേടിയോടെ കടന്നു വേണം ക്ഷേത്രത്തിലെ പല ഇടങ്ങളിലേക്കും എത്താനായി. ക്ഷേത്രത്തിൽ ചുറ്റും ഇത്തരം നായ്ക്കളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ശ്രീ AV ഗോപിനാഥ്, ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടികൾ? അല്ല, ദേവസ്വത്തിൻ്റെ ഒരുപാട് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. കാരണം വിവിധ പ്രദേശങ്ങളിലാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ മൊത്തം ആളുകൾ അവിടുന്നും ഇവിടുന്നും വന്നുകൊണ്ട് 5-6 മണിക്കൂറുകൾ ക്യൂ നിന്നുകൊണ്ടാണ് ഭഗവാനെ തൊഴുകാൻ നിൽക്കുന്നത്. നായ്ക്കളുടെ ശല്യം ധാരാളമുണ്ട്. ഇലകൾ, വേസ്റ്റ് ഇതൊക്കെ തിന്ന് നടക്കുന്ന അലഞ്ഞ് തിരിയുന്ന നായ്ക്കൾ ഉണ്ടായിട്ടുണ്ട്, ധാരാളം നായ്ക്കളുണ്ട്. പക്ഷേ ഞങ്ങൾ ഭഗവാനോട് പോകുമ്പോൾ ഭഗവാനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളെന്ത് വേണം ചെയ്തോട്ടെ, ഒരു പാവപ്പെട്ട ഭക്തന് ഈ നായിൻ്റെ കാരണം കൊണ്ട് ഭൂരിപക്ഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുതെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. മുനിസിപ്പാലിറ്റിയിലേക്ക് ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടല്ലോ? മുനിസിപ്പാലിറ്റിയോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ മുനിസിപ്പാലിറ്റി ഒറ്റയ്ക്ക് ഞാൻ ബാധ്യപ്പെടുത്താതിരിക്കുന്നു. മുനിസിപ്പാലിറ്റി ഞങ്ങളും കൂടി ദേവസ്വം മുനിസിപ്പാലിറ്റി ചെയ്യുന്ന പദ്ധതിയോടൊപ്പം മുനിസിപ്പാലിറ്റിയുടെ കൂടെ ദേവസ്വം നിന്ന് ഈ പ്രശ്നം ഗുരുവായൂർ ഭാഗത്തെ പരിഹരിക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് ഞങ്ങളെ ഗുരുവായൂരപ്പൻ സഹായിക്കും എന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എന്തായാലും മുനിസിപ്പാലിറ്റിയുടെ പ്രതികരണം കൂടി നമ്മൾ തേടുന്നുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായ ഗുരുവായൂരിൽ അത്തരമൊരു തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്നുള്ളത് വാസ്തവമാണ്. മുനിസിപ്പാലിറ്റിയുടെ പ്രതികരണവും നമുക്ക് തേടാം. ഇത് ഗുരുവായൂർ മഞ്ജുളാൽ തറ. തൊട്ടു പിന്നിൽ ഗുരുവായൂർ നഗരസഭ ആസ്ഥാനം നമുക്ക് കാണാൻ സാധിക്കും. തെരുവുനായ ശല്യം സമീപകാലത്ത് കൂടിയിരിക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെയും ഉള്ളതല്ല, പക്ഷേ സമീപകാലത്ത് തെരുവുനായ്ക്കളുടെ ശല്യം കൂടിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പശ്ചാത്തലത്തിൽ ഈ തെരുവുനായ്ക്കൾ പോകുന്നത് കാണാം, ഒപ്പം തന്നെ ഭക്തർ ക്ഷേത്രത്തിൽ തൊഴുത് മടങ്ങിപ്പോകുന്നത് കാണാം. ഈ സാഹചര്യത്തിൽ ഗുരുവായൂർ നഗരസഭയുടെ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഗുരുവായൂർ നഗരസഭയിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള പ്രദേശങ്ങളിലെ പോലെയല്ല, നമ്മുടെ ഇവിടുത്തെ ആളുകൾ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. ഇപ്പോൾ തെരുവുനായ്ക്കളുടെ ശല്യം ഇങ്ങനെ കൂടുമ്പോൾ എന്താണ് നഗരസഭയുടെ ഭാഗത്തുള്ള നടപടി? നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള നടപടി എന്ന് പറഞ്ഞാൽ ABC പ്രോഗ്രാം അനുസരിച്ച് നായകളെ വന്ധീകരിക്കുന്ന നടപടി ആരംഭിച്ചിട്ടുണ്ട്, ചെയ്തു കൊണ്ടിരിക്കുന്ന നടപടിയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചാവക്കാട് കേന്ദ്രീകരിച്ച് ചാവക്കാടും നമ്മളും ഗുരുവായൂരും കൂടി ഒരു സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. ആ സ്ഥലം ഏറ്റെടുത്ത് അതിൻ്റെ വർക്കുകൾ ആരംഭിക്കാനുള്ള നടപടി ആരംഭിച്ചിരിക്കുകയാണ്. അതോടുകൂടി നമ്മൾക്ക് തെരുവ് നായ്ക്കളെ പിടിച്ച് അവിടെ ഡബ് ചെയ്ത് സംരക്ഷിക്കാൻ കഴിയും. അതാണിപ്പോൾ ഉള്ളത്. സുപ്രീം കോടതിയുടെ നായ്ക്കളെ കൊല്ലാമെന്നുള്ള വിധി വന്നു എന്ന് പത്രങ്ങളിലുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ഉത്തരവ് ഇന്നേവരെ വന്നിട്ടില്ല. നമുക്ക് വന്നിട്ടുള്ള ഉത്തരവ് പ്രകാരം പന്നികളെയും മറ്റുള്ള വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെയുള്ള മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുമുണ്ട്. നായ്ക്കളെ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഗൈഡ് ലൈൻ വന്നിട്ടുള്ളത് പൊതു സ്കൂളുകളിലൊക്കെ ഇങ്ങനെ നായ്ക്കളുടെ ശല്യമുണ്ട്, കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചുറ്റുമതിൽ കെട്ടി ഉയർത്തി കെട്ടി ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കാതെ കൃത്യമായി ഒരു വാച്ചറ വെച്ച് സംരക്ഷിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഉള്ളത്. അതുപോലെ നമുക്ക് അങ്ങനത്തെ പൊതു സ്കൂളുകളിലൊന്നും അങ്ങനെ ശല്യങ്ങൾ ഉള്ളതായിട്ട് അറിയില്ല. പക്ഷേ ഈ ഭക്ഷ്യ വസ്തുക്കൾ സാധാരണക്കാരും വീട്ടുകാരും ഒക്കെ കൊടുക്കുന്നതായിട്ട് നമ്മുടെ അറിവിലുണ്ട്. അതിനെല്ലാം ഈ നായ്ക്കളുടെ പെരുകുന്നതിനും അവർ ആക്രമകാരികളാകുന്നതിനുള്ള സംവിധാനമായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അവരെയൊക്കെ നമ്മുടെ ഹെൽത്ത് ഉദ്യോഗസ്ഥർ ചെന്ന് അവരോട് അത് കൊടുക്കരുത് എന്ന് പറയുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യുന്നുമുണ്ട്. എന്നാലും ചില ആൾക്കാർ മൃഗസ്നേഹികൾ എന്നുള്ള പേരിൽ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. ആ ഭക്ഷണം കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ഒരു പ്രാവശ്യം ചെന്ന് നോട്ടീസ് കൊടുക്കുന്നു. രണ്ടാമത് ഉണ്ടാവുകയാണെങ്കിൽ അവർക്കെതിരെ ഫൈൻ ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കും. ഗുരുവായൂർ നഗരസഭയുടെ വൈസ് ചെയർമാൻ KK ജ്യോതിരാജാണ് ഇത്രയും സമയം എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞത്. നമുക്ക് ഈ ഗുരുവായൂർ നഗരസഭയുടെ ഈ വളപ്പിലേക്ക് നോക്കിയാൽ കാണാം. ഗുരുവായൂർ നഗരസഭയുടെ വളപ്പിലാണ് ഇത്രയും തെരുവ് നായ്ക്കൾ പോകുന്നത്. 4 തെരുവ് നായ്ക്കൾ നമുക്ക് ഈ സമയം തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഗുരുവായൂർ നഗരസഭയുടെ പരിധിയിലുള്ള ആളുകൾ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന ഒരിടമാണ് ഗുരുവായൂർ. വൈകാതെ അടിയന്തരമായ ഒരു നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് പ്രദേശവാസികളുടെയും ആവശ്യം. TCVക്ക് വേണ്ടി ഗുരുവായൂരിൽ നിന്നും ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. കയ്പമംഗലത്ത് 2 സ്ത്രീകൾക്ക് തെരുവ് നായയുടെ കടിയേറ്റു. കയ്പമംഗലം ബീച്ചിലെ കോഴിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിന് സമീപമായിരുന്നു സംഭവം. പള്ളത്ത് നിർമ്മല, കൈതവളപ്പേൽ സനേഖ എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത്. പരിക്കേറ്റ ഇരുവരെയും ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് തളിക്കുളം അനിമൽ സ്ക്വാഡ് സ്ഥലത്തെത്തി.
വാർഡ് മെമ്പർ PT രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ ആക്രമണം നടത്തിയ തെരുവ് നായയെ പിടികൂടി. നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന സംശയത്തെ തുടർന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി നിരീക്ഷണത്തിലാക്കി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലെ കായാമ്പൂവത്ത് ബസ് അപകടം 5 പേർക്ക് പരിക്കേറ്റു. പഴയന്നൂരിൽ നിന്നും ചേലക്കരയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് നിയന്ത്രണം വിട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറിയത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി പുഴയിലെ കൂടപ്പുഴ തടയണയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് തടയണയിലൂടെ പലരും അപകടയാത്ര നടത്തുന്നത്. ചാലക്കുടി പുഴയിലെ ആറാട്ടുകടവിലുള്ള കൂടപ്പുഴ തടയണയുടെ നിർമ്മാണഘട്ടത്തിൽ തൊഴിലാളി പാതിരാത്രിയിൽ ഉറക്കത്തിൽ വെള്ളത്തിൽ വീണ് മരിച്ച സംഭവമുണ്ടായിരുന്നു. പിന്നീട് പലർക്കും ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടു. നിരവധി ആളുകൾ മരണത്തെ മുഖാമുഖം കണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. മുന്നറിയിപ്പുകൾ കാറ്റിൽ പറത്തി തടയണയിൽ കൂടി ഇരുചക്ര വാഹനങ്ങൾ ഓടിച്ചവരും വെള്ളം കൂടുതലുള്ള ദിവസങ്ങളിൽ നടന്നുപോയവരുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ കനത്ത സുരക്ഷയാണ് ഇറിഗേഷൻ അധികൃതർ ആറാട്ടുകടവിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതൊന്നും വകവയ്ക്കാതെ കൂടപ്പുഴ ഭാഗത്തുനിന്ന് മേലൂർ ഭാഗത്തേക്ക് തടയണയിലൂടെ നടന്നുപോയ വെള്ളാച്ചേരി വീട്ടിൽ ഗിരിജൻ അപകടത്തിൽപ്പെട്ടു. ശബ്ദം കേട്ട് കൂടപ്പുഴ അമ്പലത്തിലെ പൂജാരി പ്രദീപ് ശർമ്മ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി ഗിരിജനെ രക്ഷപ്പെടുത്തി. സ്ഥിരമായി ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും ഇതിലൂടെ കടന്നുപോയിരുന്നു. അപകടം വിളിച്ചുവരുത്തുന്ന ഇത്തരം വാഹനയാത്രകൾ തടയുന്നതിന് മൈനർ ഇറിഗേഷൻ വകുപ്പ് ഇരുകരകളിലെയും നടപ്പാതകളിൽ ചങ്ങല കെട്ടിയിട്ടുണ്ട്. തടയണയിൽ കൂടി നടക്കുന്നത് നിരോധിച്ച് ഇവിടെ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. TCV ചാലക്കുടി. അനിൽ അക്കര അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് രാജി. അടുത്ത 2 വർഷം 20-ാം വാർഡ് മെമ്പർ PJ സണ്ണിയും ശേഷിക്കുന്ന കാലയളവിൽ 9-ാം വാർഡ് മെമ്പർ TD വിൽസനും പ്രസിഡന്റായി പ്രവർത്തിക്കാനാണ് കോൺഗ്രസിലെ ധാരണ. തൃപ്രയാറിൽ കാർ തടഞ്ഞു നിർത്തി യാത്രക്കാരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് 16 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിൽ 3 പേർ കൂടി അറസ്റ്റിലായി. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 പ്രതികളെയും ഇവർക്ക് കോയമ്പത്തൂരിൽ ഒളിവിൽ കഴിയാൻ സഹായം നൽകിയ തൃശൂർ പുതുരുത്തി സ്വദേശി ചിരിയങ്കണ്ടത്ത് വീട്ടിൽ ബെവിനെയുമാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിലെ മുഖ്യ സൂത്രധാരനായ മലപ്പുറം സ്വദേശി നബീൽ ഉൾപ്പെടെ കേസിൽ ആകെ 7 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം ആനകൾക്കായി നടത്തിവരുന്ന വാർഷിക സുഖചികിത്സ ബുധനാഴ്ച ആരംഭിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് റവന്യൂ സെക്രട്ടറി MG രാജമാണിക്യം ഉദ്ഘാടനം നിർവഹിക്കും. ജൂലൈ 30 വരെ സുഖചികിത്സ തുടരും. ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ശരീരപുഷ്ടിക്കും ഉപകരിക്കും വിധമുള്ള സമീകൃത ആഹാരമാണ് ഈ കാലയളവിൽ നൽകുക. അരി, ചെറുപയർ, റാഗി, അഷ്ടചൂർണം, ചവനപ്രാശം, മഞ്ഞൾപ്പൊടി, അയൺ ടോണിക്, ധാതു ലവണങ്ങൾ തുടങ്ങിയവയാണ് സുഖചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതിനായി 9 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ദേവസ്വം ഭരണസമിതി അംഗീകരിച്ചിട്ടുണ്ട്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ലഹരിക്കെതിരെ നൃത്ത ബോധവൽക്കരണവുമായി പ്രമുഖ നർത്തകി കലാമണ്ഡലം ഹേമലത. ലഹരിയിലേക്കല്ല ലയത്തിലേക്ക് എന്ന സന്ദേശവുമായാണ് പുതുമയാർന്ന ഈ നൃത്ത പ്രയാണം. വാക്കുകൾ പരാജയപ്പെടുന്നിടത്ത് കല സംസാരിക്കുന്നുവെന്നതിന് അടിവരയിടുകയാണ് കലാമണ്ഡലം ഹേമലത. ക്ലാസിക് നൃത്തരൂപങ്ങളുമായാണ് സ്കൂളുകളിലേക്കുള്ള ഹേമലതയുടെ പ്രയാണം.
ശാസ്ത്രീയ നൃത്തരൂപങ്ങൾ സംസ്കാരത്തിൻ്റെയും ജീവിത മൂല്യങ്ങളുടെയും മഹത്തായ പ്രതീകങ്ങളാണെന്ന് ഹേമലത പറയുന്നു. ജീവിതം മയക്കുമരുന്നിൻ്റെ ഇരുട്ടിലേക്കല്ല, കലയുടെ പ്രകാശത്തിലേക്കാണ് ചലിക്കേണ്ടതെന്ന സന്ദേശം നൽകാനാണ് ഈ കലാകാരിയും സംഘവും ലക്ഷ്യമിടുന്നത്. 2 മാസം നീണ്ടു നിൽക്കുന്ന നൃത്ത പ്രയാണത്തിന് തൃശൂർ മാർത്തോമ ഗേൾസ് ഹൈസ്കൂളിൽ തുടക്കം കുറിച്ചു. തൃശൂർ ടൗൺ ഈസ്റ്റ് എസ് ഐ അനുശ്രുതി സി ബാലൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ റിൻസ് പി സെബാസ്റ്റ്യൻ സംസാരിച്ചു. തുടർന്ന് കലാമണ്ഡലം ഹേമലതയും സംഘാംഗങ്ങളും അവതരിപ്പിച്ച നൃത്താവിഷ്കാരങ്ങളും വിദ്യാർത്ഥിനികളുടെ ഫ്ലാഷ് മോബും അരങ്ങേറി. TCV തൃശൂർ. പ്രാദേശിക തലത്തിൽ പച്ചക്കറി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് തൃശൂർ കോർപ്പറേഷൻ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. ഓരോ വാർഡിലും അനുയോജ്യമായ ഒരു പ്രധാന വിള പ്രോത്സാഹിപ്പിച്ച് മാതൃകാ കൃഷിയിടങ്ങൾ വികസിപ്പിക്കുകയാണ് വിളവട്ടം എന്ന ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഒരു വാർഡ് ഒരു വിള ഒരു സമൂഹം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി വെണ്ട, പച്ചമുളക്, തക്കാളി, വഴുതന, കുറ്റിപ്പയർ തുടങ്ങിയ പച്ചക്കറി വിളകളെ ഉൾപ്പെടുത്തിയാണ് പൈലറ്റ് അടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. ചെമ്പൂക്കാവ് കൃഷിഭവനിൽ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാദേശിക തലത്തിൽ പച്ചക്കറി ഉൽപാദനം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും ഇത്തരം പദ്ധതികൾ സഹായകരമാകുമെന്ന് മേയർ പറഞ്ഞു. വിളവട്ടം പദ്ധതിയുടെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളുടെ വിപണനത്തിനായി പ്രത്യേക മാർക്കറ്റ് സംവിധാനവും കർഷകർക്ക് ലഭ്യമാക്കും. ഇതിലൂടെ പ്രാദേശിക തലത്തിൽ കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള സുരക്ഷിതമായ പച്ചക്കറി ലഭ്യമാക്കുന്നതിനും സാധിക്കും. ഉദ്ഘാടന ചടങ്ങിൽ കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വില്ലി ജിജോ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ ജോയി ബാസ്റ്റിൻ, ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ നിംബ ഫ്രാങ്കോ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ VM രമ്യ, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സ്വപ്ന നായർ, കോർപ്പറേഷൻ കൃഷി ഓഫീസർ S ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം. ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ജർമ്മനിയും നെതർലൻഡ്സും പ്രീ ക്വാർട്ടർ കാണാതെ പുറത്ത്. ജപ്പാനെ തോൽപ്പിച്ച് പ്രീ ക്വാർട്ടറിൽ കടന്ന ബ്രസീലിന്റെ എതിരാളികളെ ഇന്നറിയാം. നോക്കൌട്ട് റൗണ്ടിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് മൊറോക്കോയ്ക്ക് മുന്നിൽ നെതർലൻഡ്സ് അടിയറവ് പറഞ്ഞത്. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് സമനില പാലിച്ചതിനെ തുടർന്നാണ് മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 മൊറോക്കോ ജയിച്ചു കയറിയത്. നെതർലൻഡ്സ് 3 കിക്കുകൾ പാഴാക്കിയപ്പോൾ മൊറോക്കോ 2 കിക്കുകൾ നഷ്ടമാക്കി. നിർണായകമായ 5ാം കിക്ക് ഗോളാക്കി ഇസ്മയിൽ സൈബാരിയാണ് മൊറോക്കോയ്ക്ക് ചരിത്ര ജയം സമ്മാനിച്ചത്. മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ പരാഗ്വെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിരുന്നു. അധിക സമയത്ത് ജോനാഥൻ താഹ് നേടിയ ഗോൾ വാർ പരിശോധനയുടെ റദ്ദാക്കിയത് ജർമ്മൻ ക്യാമ്പിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കി. ഷൂട്ടൌട്ടിൽ 4-3 എന്ന സ്കോറിൽ പരാഗ്വെ ജയം പിടിച്ചെടുത്തു. റൗണ്ട് ഓഫ് 32-ലെ നിർണായക പോരാട്ടത്തിൽ ആഫ്രിക്കൻ കരുത്തരായ ഐവറി കോസ്റ്റ് യൂറോപ്യൻ ശക്തികളായ നോർവേയെ നേരിടും. ഈ മത്സരത്തിൽ വിജയിക്കുന്നവരെ പ്രീ ക്വാർട്ടറിൽ കാത്തിരിക്കുന്നത് മുൻ ചാമ്പ്യന്മാരായ ബ്രസീലാണ്. സ്പോർട്സ് ഡെസ്ക് TCV. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ചതിനെ തുടർന്ന് അവയവങ്ങൾ ദാനം ചെയ്ത വടക്കാഞ്ചേരി സ്വദേശിനി നവോമിക്ക് ജന്മനാടിന്റെ വിട. സംസ്കാരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വടക്കാഞ്ചേരി ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടന്നു. അമ്മയ്ക്കും സഹോദരനുമൊപ്പം പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ കഴിഞ്ഞ 24-ന് വാളകത്ത് വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. അപകടത്തിൽ നവോമിയുടെ അമ്മ ജിപ്സിക്കും സഹോദരൻ ജോയലിനും പരിക്കേറ്റിരുന്നു. ഒമാനിൽ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് വീണ് വരവൂർ സ്വദേശിനിയായ 4 വയസ്സുകാരി മരിച്ചു. തളി പിലാക്കാട് ശങ്കരത്ത് പ്രദീപ് ദിവ്യ ദമ്പതികളുടെ മകൾ ദക്ഷ പ്രദീപാണ് മരിച്ചത്. ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിന്റെ 3ാം നിലയിൽ കളിക്കുന്നതിനിടയിൽ താഴെ വീഴുകയായിരുന്നു. പിതാവ് ജോലി ചെയ്യുന്ന ഒമാനിൽ സന്ദർശക വിസയിൽ അമ്മയോടൊപ്പം 2 ആഴ്ച മുമ്പാണ് ദക്ഷ എത്തിയത്. വരവൂർ LP സ്കൂളിലെ LKG വിദ്യാർത്ഥിനിയാണ്. ചാലക്കുടി മേലൂർ കുന്നിൽ കിണറ്റിൽ വീണ അമ്മയെയും കുഞ്ഞിനെയും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി. മേലൂർകുന്ന് സ്വദേശി സൈന, മകൾ 6 വയസ്സുകാരി അന്ന എന്നിവരാണ് കിണറ്റിൽ വീണത്.
ശബ്ദം കേട്ട് ഓടിയെത്തിയ അയൽവാസി ജോഷി കിണറ്റിലിറങ്ങി കയറിട്ട് കൊടുത്തു. ഇരുവരെയും പിടിച്ചു നിർത്തി. വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഇരുവരെയും കരയ്ക്ക് കയറ്റി. സ്വകാര്യ ബസ് തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന സംസ്ഥാന സർക്കാർ നടപടികൾക്കെതിരെ BMSന്റെ നേതൃത്വത്തിൽ തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ പട്ടിണി സമരം നടത്തി. BMS തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വിപിൻ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ കെ ഹരീഷ്, ജയൻ കോലാരി, സന്തോഷ് ചേലക്കര, NK മോഹനൻ, MK നരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രതിഷേധ ശൃംഖല തീർത്തു. സെൻസസ് ചുമതലയുള്ള അധ്യാപകർക്ക് ഡ്യൂട്ടി ലീവ് അനുവദിക്കുക, പകരം ദിവസവേതനടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുക, സെൻസസിന്റെ പേരിൽ തടഞ്ഞുവെച്ച സ്ഥലം മാറ്റങ്ങൾ ഉടനെ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. കണിമംഗലം SN സ്കൂളിൽ നടന്ന പ്രതിഷേധ ശൃംഖല KSTA ജില്ലാ സെക്രട്ടറി സാജൻ ഇഗ്നീഷ്യസ് ഉദ്ഘാടനം ചെയ്തു. ഇനി വാണിജ്യം. പൂരനഗരിക്ക് പതിറ്റാണ്ടിന്റെ ഭക്ഷണ പെരുമ സമ്മാനിച്ച പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റായ ശ്രീവല്ലഭ ഇഡ്ലി ഷോപ്പ് ഇനി തിരുവമ്പാടിയിലും. ശുദ്ധവും ഗുണമേന്മയുമുള്ള ഭക്ഷണ വിഭവങ്ങൾ ജനങ്ങൾക്ക് നൽകി തൃശൂരിന്റെ വിശ്വാസമാർജിച്ച നാമധേയമായി ശ്രീവല്ലഭ ഇഡ്ലി ഷോപ്പ് മാറിയിട്ട് 10 വർഷമായി. ഈ അവസരത്തിലാണ് തിരുവമ്പാടി ക്ഷേത്രത്തിന് സമീപം നഗരത്തിലെ 3ാമത് ഷോപ്പുമായി ശ്രീവല്ലഭയുടെ പുതിയ കാൽവയ്പ്. മികച്ച സൗകര്യവും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെയും ആരംഭിച്ച ഷോപ്പിന്റെ ഉദ്ഘാടനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന ചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് TR ഹിരൺ, ഡിവിഷൻ കൌൺസിലർ രേഷ്മ മേനോൻ, സുനിത വിനോദ് ഉൾപ്പെടെയുള്ള കൌൺസിലർമാർ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികൾ, ശ്രീവല്ലഭ പ്രൊപ്പറേറ്റർമാരായ ജയവിനോജ്, ശരണ്യ ജയവിനോജ്, ബിന്ദുമിത്രാദികൾ തുടങ്ങിയവർ സന്നിഹിതരായി. ദോശ, ഇഡലി എന്നിവയ്ക്ക് പുറമെ ഊണ്, ബിരിയാണി, തൈര് സാദം, ലെമൺ സാദം ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യൻ വിഭവങ്ങൾ ലഭ്യമാണ്. ഓർഡർ ചെയ്യുന്ന വിഭവങ്ങളുടെ മേക്കിംഗ് ലൈവായി തന്നെ കസ്റ്റമറിന് കാണാനാകുമെന്നതും ശ്രീവല്ലഭയുടെ സവിശേഷതയാണ്. വരും ദിവസങ്ങളിൽ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ഗോബി മഞ്ചൂരിയൻ അടക്കമുള്ള നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഷോപ്പിൽ ലഭ്യമാകും. രാവിലെ 7 മുതൽ രാത്രി 10 വരെയാണ് പ്രവർത്തന സമയം. തിരുവമ്പാടിക്ക് പുറമെ പടിഞ്ഞാറേക്കോട്ട, കൂർക്കഞ്ചേരി എന്നിവിടങ്ങളിലാണ് ശ്രീവല്ലഭയുടെ മറ്റ് ഷോപ്പുകൾ പ്രവർത്തിക്കുന്നത്. ആവശ്യക്കാർക്ക് ഓർഡർ അനുസരിച്ചും വിഭവങ്ങൾ എത്തിച്ചു നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 6238929229. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണ്ണം ഗ്രാമിന് 12,845 രൂപ, പവന് 1,02,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് ഗുരുതര വൈദ്യുതി പ്രതിസന്ധി. കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി. വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ 1 മണിക്കൂർ മുൻപെങ്കിലും ഉപഭോക്താക്കളെ അറിയിക്കണമെന്നും നിർദ്ദേശം. തൃശൂർ നഗരത്തിലെ ലോഡ്ജിൽ മുറിയെടുത്ത് പ്രസവിച്ച യുവതിയും നവജാത ശിശുവും മരിച്ചു. എടമുട്ടം സ്വദേശിനി ജ്യോതിയാണ് മരിച്ചത്. യുവതിയെ ലോഡ്ജിലെത്തിച്ച ഓട്ടോ ഡ്രൈവർ കസ്റ്റഡിയിൽ. ജൂബിലി മിഷൻ അമല ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ ബുധനാഴ്ച തിരുവനന്തപുരത്ത് ചർച്ച. UNAയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ സമരം തുടരുന്നു. ജില്ലയിൽ മഴക്കെടുതികൾ തുടരുന്നു. മരം വീണ് ഗുരുവായൂർ കോട്ടപ്പടിയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. എറിയാട് മാടവനയിൽ
മരങ്ങൾ വീണ് വീടുകൾക്കും വാഹനത്തിനും കേടുപാട്. കയ്പമംഗലത്ത് തെങ്ങ് വീണ് വീട് തകർന്നു. തെരുവ് നായ ശല്യത്തിൽ വലഞ്ഞ ഗുരുവായൂർ. ക്ഷേത്ര പരിസരത്തും നഗരസഭ ഓഫീസിന് മുന്നിലും തെരുവ് നായ്ക്കൾ വിലസുന്നു. കയ്പമംഗലത്ത് 2 സ്ത്രീകൾക്ക് തെരുവ് നായയുടെ കടിയേറ്റു. ലോകകപ്പ് ഫുട്ബോളിന്റെ പ്രീ ക്വാർട്ടറിൽ ബ്രസീലിന്റെ എതിരാളികളെ ഇന്നറിയാം. നോക്കൌട്ടിൽ ഐവറി കോസ്റ്റ് നോർവേ പോരാട്ടം അല്പസമയത്തിനകം. സംസ്ഥാനപാത കായാമ്പൂവത്ത് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി 5 പേർക്ക് പരിക്ക്. ചാലക്കുടി കൂടപ്പുഴ തടയണയിൽ ഒഴുക്കിൽപ്പെട്ട മേലൂർ സ്വദേശിയെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.